നമസ്കാരം. ഗസയുടെ മണ്ണിൽ നിന്ന് തോക്കുകൾ നിശബ്ദമാക്കുകയാണ്. പതിറ്റാണ്ടുകൾ നീണ്ട, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ 2 വർഷമായി ലോകം കണ്ട ഏറ്റവും വലിയ നരമേധത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഗാസയിലെ ഭരണം വിട്ടൊഴിയാൻ ഹമാസ് തീരുമാനിച്ചിരിക്കുന്നു. ഇനിയൊരു തുള്ളി രക്തം പോലും ഈ മണ്ണിൽ വീഴരുത് എന്ന ദൃഢനിശ്ചയത്തോടെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനായി അവർ സ്വയം വഴിമാറുകയാണ്. ഗസ ഇനി രക്തസാക്ഷികളുടെ നാടല്ല, മറിച്ച് മുറിവുകൾ ഉണക്കി പുതിയൊരു ലോകത്തേക്ക് കാലെടുത്തു വെക്കുന്ന ജനതയുടെ ഇടമാകട്ടെ അത്. കഴിഞ്ഞ 2 വർഷം ഗസ അനുഭവിച്ച വേദനകൾക്ക് ചരിത്രത്തിൽ തുല്യതയില്ല. ഇസ്രായേൽ സൈന്യം വാനിൽ നിന്നും കരയിൽ നിന്നും അഴിച്ചുവിട്ട അഗ്നിവർഷത്തിൽ ഇല്ലാതായത് ആയിരക്കണക്കിന് കുരുന്നുകളും നിസ്സഹായരായ സാധാരണക്കാരുമാണ്. എന്നാൽ ഇതിന്റെ പിന്നിൽ ഇസ്രായേലിന്റെ മാത്രം കൈകളല്ല ഉള്ളത് എന്ന തിരിച്ചറിവാണ് ലോകത്തെ ഞെട്ടിക്കുന്നത്. ലോകം നോക്കി നിൽക്കിയ ഒരു ജനതയെ മുഴുവൻ പട്ടിണിക്കിട്ടും പാർപ്പിടങ്ങൾ തകർത്തുമാണ് അമേരിക്കയുടെ ആഗോള അജണ്ടകൾ ഇവിടെ നടപ്പിലാക്കപ്പെട്ടത്. മനുഷ്യത്വത്തിന്റെ പേരിൽ ലോകത്തോട് സംസാരിക്കുന്ന അമേരിക്ക ഗസയിലെ നരനായാട്ടിന് മൗനാനുവാദം നൽകുക മാത്രമല്ല, ആയുധങ്ങളും പണവും നൽകി അതിനെ തീ പിടിപ്പിക്കുകയാണ് ചെയ്തത്. ഗസ വെറും ഒരു ഭൂപ്രദേശം മാത്രമല്ല, മറിച്ച് മധ്യധരണാഴിയിലെ തന്ത്രപ്രധാനമായ ഒരു തുറമുഖ നഗരമാണത്. അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ വിശാലമായ ഭൂപടത്തിൽ ഗസയുടെ സ്ഥാനവും ഏറെ നിർണായകമാണ്. ട്രംപ് അധികാരമേറ്റ ഉടനെ പറഞ്ഞതും അത് തന്നെയാണ്. ഗസയെ മൊത്തത്തിൽ വിലക്കെടുത്ത് വാങ്ങാനും അവിടെയുള്ള ജനങ്ങളെ കുടിയൊഴിപ്പിക്കാനും നടന്ന രഹസ്യ നീക്കങ്ങൾ പണത്തിന്റെയും അധികാരത്തിന്റെയും ധാർഷ്ട്യമാണ് നമ്മളോട് പറഞ്ഞത്. ഒരു നഗരത്തെ വിൽക്കാനുള്ള വസ്തുവായി കാണുന്ന ആ ചിന്താഗതിക്ക് പിന്നിൽ അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങളാണുള്ളത്. ഇസ്രായേൽ ഇവിടെ ഒരു യന്ത്രം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഗസയുടെ നിയന്ത്രണം കൈക്കലാക്കി ആ തുറമുഖത്തിലൂടെ വടക്കേ ആഫ്രിക്കയിലേക്കും ഏഷ്യയിലേക്കുമുള്ള വാണിജ്യ പാതകൾ നിയന്ത്രിക്കാനാണ് അമേരിക്ക ആഗ്രഹിച്ചിട്ടുള്ളത്. അമേരിക്കയുടെ ആധിപത്യത്തിന്റെ വൃത്തികെട്ട മുഖമാണ് ഗസയിൽ നമ്മൾ കണ്ടത്. തങ്ങൾക്ക് കീഴ്പ്പെടാത്ത ഏത് ജനതയെയും അടിച്ചമർത്താനും അവരുടെ മണ്ണ് പിടിച്ചെടുക്കാനും അവർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ വളരെ വ്യക്തവുമാണ്. ആദ്യം ഭീകരവാദത്തിന്റെ പേര് പറഞ്ഞ് ഒരു ജനതയെ ഒറ്റപ്പെടുത്തുക, ശേഷം അവിടെയുള്ള വിഭവങ്ങൾ കൊള്ളയടിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കുക. ഗസയിലെ ജനങ്ങൾ ഇത്രയും വർഷം അനുഭവിച്ച ദുരിതങ്ങളുടെ പ്രധാന ഉത്തരവാദി അമേരിക്ക തന്നെയാണ്. അന്താരാഷ്ട്ര വേദികളിൽ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വീറ്റോ പവർ ഉപയോഗിക്കുന്ന അമേരിക്ക അതേസമയം തന്നെ ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു. ജനാധിപത്യത്തിന്റെ വക്താക്കൾ എന്ന് സ്വയം പ്രഖ്യാപിക്കുമ്പോഴും ഒരു ജനതയുടെ അടിസ്ഥാന മനുഷ്യാവകാശങ്ങളെ ചവിട്ടിമെതിക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വം ഇന്ന് ചരിത്രത്തിന്റെ വിചാരണയാണ് നേരിടുന്നത്. ഇപ്പോൾ ഹമാസ് ഈ തീരുമാനമെടുത്തത് എന്തുകൊണ്ടാണ് എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: ഗസയിലെ ജനങ്ങളുടെ അതിജീവനത്തിനു വേണ്ടി. അവർ ഭരണം തുടരുമ്പോൾ ഇസ്രായേൽ അധിനിവേശം ഇനിയും നീളും, കൂടുതൽ മരണങ്ങൾ സംഭവിക്കും. ഒരുപക്ഷെ ഹമാസ് ഒഴിഞ്ഞു പോയാൽ ഇസ്രായേൽ തങ്ങളുടെ ആക്രമണം നിർത്തിയേക്കാം എന്നൊരു ചെറിയ പ്രതീക്ഷയാണ് അവർ വെച്ചു പുലർത്തുന്നത്. ശത്രുവിന് ഇനി ഗസയിൽ ആക്രമണം നടത്താൻ ഒരു ന്യായവും അവശേഷിക്കരുത് എന്ന വലിയൊരു രാഷ്ട്രീയ നീക്കം കൂടിയാണ് ഇപ്പോൾ ഹമാസിന്റേത്. എന്നാൽ ഹമാസ് ഒഴിഞ്ഞു പോയാൽ ഗസ രക്ഷപ്പെടുമോ? ഇവിടെയാണ് നാം ആശങ്കപ്പെടേണ്ടത്. അമേരിക്കയും ഇസ്രായേലും ഗസയെ ഒരു മിഡിൽ ഈസ്റ്റ് ഹബ്ബാക്കി മാറ്റാൻ പദ്ധതിയിടുന്നുണ്ട്. ഹമാസ് പോയി കഴിയുമ്പോൾ അവിടെ സ്ഥാപിതമാകാൻ പോകുന്നത് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിലൂന്നിയ ഭരണകൂടമായിരിക്കില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. മറിച്ച് അമേരിക്കയുടെ പാവഭരണമായിരിക്കും. ഗസയുടെ തുറമുഖം പൂർണ്ണമായും പാശ്ചാത്യ ശക്തികളുടെ കൈകളിലാവുകയും അവിടം അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളുടെ കേന്ദ്രമായി മാറുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഗസയിലെ ജനങ്ങൾക്ക് ലഭിക്കുക സ്വാതന്ത്ര്യമായിരിക്കില്ല, മറിച്ച് ഒരുതരം സാമ്പത്തിക അടിമത്തമായിരിക്കും. അവിടുത്തെ തുറമുഖം ലോകത്തിലെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് ഹബ്ബായി മാറുമ്പോൾ അവിടെ പണിയെടുക്കുന്നവർക്ക് സ്വന്തം നാട്ടിൽ അന്യരായി കഴിയേണ്ട അവസ്ഥ വരും. അമേരിക്കൻ കോർപ്പറേറ്റ് കമ്പനികൾ ഗസയുടെ മണ്ണിൽ തങ്ങളുടെ കൊടി നാട്ടുമ്പോൾ പഴയ ഫലസ്തീൻ ഗ്രാമങ്ങളുടെ ഓർമ്മകൾ പോലും അവിടെ ബാക്കിയുണ്ടായി എന്ന് വരില്ല. കഴിഞ്ഞ 2 വർഷമായി ഗസ ഒരു വലിയ തുറന്ന ജയിലായിരുന്നു. താക്കോൽ അവർ കൂടുതൽ ദൃഢമായി തങ്ങളുടെ കൈകളിൽ ഒതുക്കാനാണ് ശ്രമിക്കുന്നത്. ട്രംപ് ഉൾപ്പെടെയുള്ളവർ സ്വപ്നം കണ്ടതുപോലെ ഗസയെ ഒരു ബിസിനസ് കേന്ദ്രമാക്കി മാറ്റുമ്പോൾ അവിടെയുള്ള ഫലസ്തീനികളുടെ അസ്തിത്വം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടേക്കാം. ഗസയിൽ നിന്ന് തോക്കുകൾ മാറി വികസനത്തിന്റെ പേരിൽ കോർപ്പറേറ്റ് കൊള്ള നടക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ ദുരന്തം. ഗസയിലെ ജനങ്ങളെ അഭയാർത്ഥികളാക്കി മാറ്റി തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ചെറിയ ജനവിഭാഗത്തെ അവിടെ പ്രതിഷ്ഠിക്കാനുള്ള അമേരിക്കൻ മാസ്റ്റർ പ്ലാൻ നാം തിരിച്ചറിയേണ്ടതുണ്ട്. എങ്കിലും പ്രതീക്ഷകൾ പൂർണ്ണമായും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഗസയിലെ ജനങ്ങളുടെ ഇച്ഛാശക്തിയാണ് ലോകത്തെ ഏറ്റവും വലിയ ആയുധം. ഹമാസ് എന്ന പ്രസ്ഥാനം രാഷ്ട്രീയ തീരുമാനമെടുക്കുമ്പോൾ ജനങ്ങൾ ഒന്നടങ്കം തങ്ങളുടെ മണ്ണിൽ ഉറച്ചു നിൽക്കുകയാണ്. ലോകം ഉണർന്നെഴുന്നേൽക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ അമേരിക്കയുടെയും അടിച്ചമർത്തൽ തന്ത്രങ്ങൾക്കെതിരെ ആഗോള തലത്തിൽ ഉയരുന്ന പ്രതിഷേധങ്ങളും നമ്മൾ കാണണം. ഈ സാമ്രാജ്യത്വ മോഹങ്ങൾക്ക് അന്ത്യം കുറിക്കാനുള്ള സമയമായിരിക്കുന്നു എന്ന കാര്യമാണ് ഇത് നമ്മളോട് പറയുന്നത്. ഗസയുടെ ഭാവി ഇപ്പോൾ ഒരു വലിയ ചോദ്യചിഹ്നത്തിന് മുന്നിലാണ്. അത് അമേരിക്കയുടെ ആധിപത്യത്തിന്റെ തടവറയിലാകുമോ, അതോ യഥാർത്ഥത്തിൽ സ്വന്തം മണ്ണിൽ വിരിയിച്ചെടുക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാകുമോ?
ഹമാസ് ഒഴിഞ്ഞുപോയ ഈ സാഹചര്യത്തിൽ ഗസയിലെ ജനങ്ങൾ ഇപ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കാരണം അവർ വിട്ടുപോകുന്ന ഭരണം പിടിച്ചെടുക്കാൻ കാത്തു നിൽക്കുന്ന ചെന്നായ്ക്കൾ മുകളിൽ ഒരു വലിയ അമേരിക്കൻ കുപ്പായമിട്ട് അവിടെ കാത്തിരിക്കുന്നു. സാമ്രാജ്യത്വത്തിന്റെ താല്പര്യങ്ങൾക്കപ്പുറം ഗസയിലെ ഓരോ മനുഷ്യനും അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന ഒരിടമായി ഗസ മാറണം. ഗസ ഇനി രക്തം ചൊരിയുന്ന മണ്ണാകാൻ പാടില്ല. അവിടെ സമാധാനത്തിന്റെ പക്ഷികളാണ് പറക്കേണ്ടത്. പക്ഷെ ആ സമാധാനം അമേരിക്കൻ തോക്കിൻ മുനയിൽ കിട്ടുന്നതല്ല, മറിച്ച് ഓരോ ഫലസ്തീനിയുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന നീതിയുക്തമായ സമാധാനമായിരിക്കണം അത്. ഗസയുടെ വിമോചനം ഒരു തുറമുഖ നഗരത്തിന്റെ കൈമാറ്റത്തിലല്ല, ഒരു ജനതയുടെ സ്വയം നിർണയ അവകാശത്തിലാണ് ഇരിക്കുന്നത്. ഈ യാഥാർത്ഥ്യം ലോകം തിരിച്ചറിയേണ്ടതുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും തന്ത്രങ്ങൾക്കപ്പുറം ഗസയുടെ ജനങ്ങളുടെ കണ്ണീരിനും വിയർപ്പിനും വില കൽപ്പിക്കുന്ന ഒരു പുതിയ ചരിത്രം എഴുതപ്പെടട്ടെ. ഗസയിലെ മണ്ണിൽ നിന്ന് തോക്കുകൾ നിശബ്ദമാകുന്നു എന്ന വാർത്തയോടൊപ്പം തന്നെ ലോകം ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം കൂടി നിങ്ങളോട് പറയേണ്ടതുണ്ട്. 3 വർഷത്തോളമായി നീളുന്ന ഈ യുദ്ധം ഇസ്രായേലിന്റെയും അവരുടെ രക്ഷകർത്താവായ അമേരിക്കയുടെയും സൈനിക ശേഷിയുടെ പൊള്ളത്തരം ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത്. ഹമാസിനെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനവുമായിട്ടാണ് ഇസ്രായേൽ ഗാസയിലേക്ക് ഇരച്ചു കയറിയത്. എന്നാൽ 3 വർഷം പിന്നിടുമ്പോഴും ലോകത്തെ ഏറ്റവും ആധുനികമായ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും കയ്യിൽ ഉണ്ടായിരുന്നിട്ടും ഹമാസ് എന്ന ചെറുത്തുനിൽപ്പിനെ ഒതുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നത് ഒരു ചെറിയ പരാജയമല്ല, മറിച്ച് ഇസ്രായേൽ സൈന്യത്തിന്റെയും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ചരിത്രത്തെ തന്നെ ഏറ്റവും വലിയ നാണക്കേട് തന്നെയാണിത്. അമേരിക്കയുടെ സമ്പൂർണ്ണ പിന്തുണയും ആയുധ ശേഖരവും ഇസ്രായേലിന് പിന്നിലുണ്ട്. കോടിക്കണക്കിന് ഡോളറിന്റെ സഹായവും ആകാശത്ത് കണ്ണു തുറന്നു നിൽക്കുന്ന അമേരിക്കൻ ചാരക്കണ്ണുകളും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇത്രയും ദയനീയമായി പരാജയപ്പെട്ടത്? ഉത്തരം വളരെ ലളിതമാണ്. തോക്കുകൾ കൊണ്ട് അടിച്ചമർത്താൻ കഴിയുന്നതിനേക്കാൾ വലിയൊരു വികാരമാണ് ഹമാസ് എന്ന പ്രസ്ഥാനവും അത് പ്രതിനിധീകരിക്കുന്ന ചെറുത്തുനിൽപ്പും. ഇസ്രായേൽ ഇവിടെ ഭയപ്പെട്ടത് ഹമാസിന്റെ തോക്കുകളെ ആയിരുന്നില്ല, മറിച്ച് തങ്ങളുടെ മണ്ണിൽ നിന്ന് പടിയിറങ്ങാൻ തയ്യാറാവാത്ത ഒരു ജനതയുടെ ഇച്ഛാശക്തിയാണ്. ആ ജനതയുടെ കവചമായി ഹമാസ് നിലകൊണ്ടപ്പോൾ ആധുനിക യുദ്ധതന്ത്രങ്ങളെല്ലാം അവിടെ പരാജയപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. ഇന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുഖം ഇന്ന് ചരിത്രത്തിന്റെ വിചാരണയിലാണുള്ളത്. ലോകവേദികളിൽ താൻ ഇസ്രായേലിന്റെ സുരക്ഷാ കവചമാണെന്ന് വീമ്പിളക്കിയ നെതന്യാഹുവിന് ഗസയിലെ യുദ്ധം സമ്മാനിച്ചത് സ്വന്തം പരാജയത്തിന്റെ കൈപ്പുനീർ മാത്രമാണ്. ഹമാസിനെ ഇല്ലാതാക്കി ഇസ്രായേലിന് സുരക്ഷ ഉറപ്പാക്കുമെന്ന് അവകാശപ്പെട്ട നെതന്യാഹു യഥാർത്ഥത്തിൽ ചെയ്തത് ഇസ്രായേലിനെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്തുക മാത്രമാണ്. തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി മാത്രം ഇത്രയും വലിയൊരു നരമേധത്തിന് നേതൃത്വം നൽകിയ നെതന്യാഹുവിന് 3 വർഷത്തിന് ശേഷം ഒരു വിജയം പോലും അവകാശപ്പെടാനില്ല. ഇസ്രായേൽ സൈന്യം എന്നത് അജയ്യമാണ് എന്ന മിഥ്യാധാരണയാണ് ഇതോടെ തകർന്നടിഞ്ഞത്. അമേരിക്കയുടെ ഈ ആധിപത്യത്തിന്റെ വൃത്തികെട്ട മുഖമാണ് ഇവിടെയും പ്രകടമായത്. സ്വന്തം സഖ്യകക്ഷിയായി ഇസ്രായേലിനെ വൻ ശക്തിയായി നിലനിർത്താൻ അവർ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരു കൊച്ചു പ്രദേശത്തെ ചെറുത്തുനിൽപ്പിനെ മറികടക്കാൻ അവർക്ക് സാധിച്ചില്ല. യുദ്ധം തുടങ്ങി ഇത്രയും നാൾ കഴിഞ്ഞിട്ടും സൈനികമായി ലക്ഷ്യം കൈവരിക്കാതെ നിൽക്കുന്നത് അമേരിക്കയുടെ സൈനിക മികവിന്റെ വീഴ്ച കൂടിയാണ്. ലോകത്തെ മുഴുവൻ വിറപ്പിക്കാൻ കെൽപ്പുള്ള അമേരിക്കൻ ഇസ്രായേൽ കൂട്ടുകെട്ടിനെ ഗസയിലെ പോരാളികൾ വെറും തദ്ദേശീയമായ പ്രതിരോധം കൊണ്ട് വിറപ്പിച്ചു എന്നത് വരും കാല ചരിത്രത്തിൽ ഒരു അത്ഭുതമായിട്ട് തന്നെ കുറിക്കപ്പെടും. ഹമാസ് ഇപ്പോൾ ഭരണം വിട്ടൊഴിയാൻ തീരുമാനിക്കുമ്പോൾ അത് ഇസ്രായേലിന്റെ വിജയമായിട്ട് കാണരുത്, മറിച്ച് ആ ചെറുത്തുനിൽപ്പിന്റെ ഔന്നത്യമാണ്. തങ്ങൾ പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കാൻ ഇസ്രായേൽ എത്ര ശ്രമിച്ചാലും 3 വർഷം നീണ്ടുനിന്ന അവർക്ക് സമ്മാനിച്ചത് ആഗോളതലത്തിൽ നഷ്ടപ്പെട്ട വിശ്വാസ്യതയും സ്വന്തം ജനതയ്ക്ക് മുന്നിലുള്ള പരാജയം തന്നെയാണ്. ഹമാസിനെ തുടച്ചു നീക്കാൻ കഴിയാത്ത അജയ്യരല്ലാത്ത ഒരു സൈന്യത്തെയാണ് ലോകം ഇപ്പോൾ കണ്ടത്. ഗസയുടെ ഭാവി ഇനി എന്ത് എന്ന ചോദ്യം ഉയരുമ്പോൾ നെതന്യാഹുവിന്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾക്കപ്പുറം വലിയൊരു ചരിത്രം തന്നെയാണ് അവിടെ രൂപപ്പെടുന്നത്. അവർക്ക് ഹമാസിനെ തോൽപ്പിക്കാനായില്ല എന്നത് മാത്രമല്ല, അവരുടെ ധാർമ്മികമായ അധപ്പതനം കൂടിയാണ് ഈ യുദ്ധം പുറത്തു കൊണ്ടുവന്നത്. ഗസയിൽ രക്തം വീണ ഓരോ നിമിഷവും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സാമ്രാജ്യത്വ മുഖം കൂടുതൽ വികൃതമാകാൻ തുടങ്ങി. ഹമാസ് മാറിക്കഴിഞ്ഞാലും അവർ കെട്ടിപ്പടുത്ത ഈ ചെറുത്തുനിൽപ്പിന്റെ ചരിത്രം ലോകമെമ്പാടുമുള്ള അടിച്ചമർത്തപ്പെട്ടവർക്ക് വലിയൊരു പ്രചോദനമായിട്ട് തന്നെ അവശേഷിക്കും. ഗസ ഇനി പ്രതിസന്ധികളില്ലാത്ത ഒരു ലോകത്തേക്ക് കടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ ആ യാത്രയിൽ ലോകം മറന്നു പോകരുത്, ആയുധബലമല്ല നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് അജയ്യമായത് എന്ന കാര്യം. ഇസ്രായേലിന്റെ തോൽവിയും നെതന്യാഹുവിന്റെ നാണക്കേടും ചരിത്രത്തിന്റെ താളുകളിൽ വലിയ അക്ഷരത്തിൽ തന്നെ എഴുതപ്പെടും. സാമ്രാജ്യത്തിന്റെ അധികാര കസേരകൾ വിറയ്ക്കുന്ന നീതി പുലരുന്ന ഒരു പുതുയുഗം ഗസയുടെ മണ്ണിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണേ.